ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കുറവുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് പറഞ്ഞപ്പോഴോർത്തെ മായ എന്നോട് ഒരു ദിവസം കമൻ്റ് ഇട്ട് പറയാൻ, ചേച്ചി ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുവാന്ന്. അപ്പോൾ പിറ്റേന്ന് വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞില്ല മായ ഇങ്ങനെ പറഞ്ഞെന്ന്. പക്ഷേ നാട്ടിലെല്ലടവും വെള്ളപ്പൊക്കമോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരുമെന്നൊക്കെയുള്ള അത് പറഞ്ഞ് മായ എന്നേരം പിറ്റേന്ന് പറഞ്ഞു, ചേച്ചി എന്താ വീഡിയോയിൽ അത് പറയാഞ്ഞേ? ഞാൻ അത്രയും അങ്ങോട്ട് പറയണമെന്ന് അങ്ങനെ പറയണം എന്നും പറഞ്ഞാൽ, പക്ഷെ ഇത് ഓർക്കുന്നുണ്ടായിരുന്നു മായയുടെ അവിടെയൊക്കെ വെള്ളമാണ്. പക്ഷെ ആ സ്ഥലവും എനിക്ക് അങ്ങോട്ട് പേരിലായിരുന്നു. മായ എന്ന് പറയായിരുന്നു. മായ ഇങ്ങനെന്ന് പറഞ്ഞു. പലരുടെയും അവസ്ഥകൾ കാണുമ്പം ഭയങ്കര ദുരിതമായിരുന്നു. വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറിയെന്നാണ് കാണുന്നത് ഓരോരുത്തരുടെ. പിന്നെന്താ, പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നടുവേദനയാണ്. അപ്പോൾ പ്രസന്ന കമൻ്റ് ഇട്ടു, വെയിറ്റ് കുറയ്ക്ക് വിജി, ആഹാരം കുറച്ചാൽ പോരാ വർക്കൗട്ടും ചെയ്യണമെന്ന്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഈ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം എൻ്റെ ഈ ശരീരത്തെ നട്ടും ബോൾട്ടും എല്ലാം ഇളകി കിടക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ആദ്യം ഒരു മുട്ടയേ ഉള്ളായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് ഉള്ളി വോക്ക് ചെയ്യാം, അല്ലാതെ വർക്കൗട്ട് കൂടുതലായിട്ടൊന്നും അങ്ങനെയുള്ള ചെയ്യരുത്. കാരണം എൻ്റെ വീണ ടെയിൽ ബോണിന് പ്രശ്നമുള്ളതാണ്. മുട്ട് നീ ആ ഒരു കാല് മടങ്ങത്തില്ല. ഇപ്പോൾ ഈ ഒരു മാസത്തിന് മുമ്പിട്ട് വീണ് മറ്റേ മുട്ടിനും നല്ല പണി തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ സൺഡേ മീറ്റിങ്ങിന് പോകുന്നത് 3 നില കയറണം. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ വലിഞ്ഞ് കയറുമ്പോൾ എൻ്റെ ഈ 2 പ്രാവശ്യം എനിക്ക് സ്പൈനൽ ഇഞ്ചക്ഷൻ തന്നതാണ്. 2 ഓപ്പറേഷൻ കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇപ്പോഴാണ് അതിനെ അനുഭവിക്കുന്നത്. അവിടെയൊക്കെ നല്ല വേദനയാണ്. മുട്ടാണെങ്കിൽ അങ്ങ് കുത്തിപ്പറിക്കുന്ന വേദനയാണ്. അപ്പം എന്താ എൻ്റെ അവസ്ഥ പറയുന്നവർക്കങ്ങ് പറയാം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് വണ്ണം കുറയ്ക്കണമെന്ന്. അപ്പോൾ ഉടനെ ഫസീലയും എന്ന് പറയാം വെയിറ്റ് കുറയ്ക്കാൻ നേരം നടുവേദന പോകുമെന്ന്. ഇവരൊക്കെ അടുത്ത് ഞാൻ എന്നും പറയുന്നതാ എൻ്റെ അവസ്ഥ എന്തുവാ, എനിക്ക് പറ്റിയ എന്തുവാ. എൻ്റെ ടെയിൽ ബോണിൻ്റെ അല്ലാത്ത നടുവിൻ്റെ പ്രയാസം. ഈ ടെയിൽ ബോണിന് ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് എടുക്കണമെന്നാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുവാന്ന്. നമ്മുടെ അവസ്ഥ അനുസരിച്ച് നമ്മളതനുസരിച്ച് അച്ചാറിടുന്നു അതിടുന്നു. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് വേറെ ആരാന്നേലും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യത്തില്ല. അവരുടെ ശരീരം അവർ നോക്കും. ഞാനന്നേരം അതൊന്നും നോക്കാതെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് ചെയ്യുന്നു. പിന്നെ എൻ്റെ അവസ്ഥ പോലെ അനുഭവിക്കും. ചിലപ്പം ഗീതേച്ചിക്ക് മനസ്സിലാവും. കാരണം എൻ്റെ കൂട്ടുള്ള പ്രോബ്ലങ്ങളാണ്. പിന്നെ തൈറോയിഡുണ്ട്, തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഈ അലോപ്പതിയുടെ നെഗറ്റീവ് പോയിന്റ് ഇതാണ്. ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അത് വേറൊരു രോഗം കൊണ്ടാണ് വരുന്നത്. അപ്പം ഇത്രയൊക്കെ ദൈവം എന്നെ നടത്തുന്നു. എൻ്റെ നല്ലതിന് വേണ്ടിയാ പ്രസന്ന പറഞ്ഞത്, എനിക്കതറിയാം. പക്ഷേ വർക്കൗട്ട് ചെയ്യാൻ നടക്കാൻ പോകാൻ പറ്റും. പക്ഷെ നടക്കാൻ പോകാൻ എനിക്ക് അങ്ങോട്ട് സമയം കിട്ടുന്നില്ല. കിട്ടുന്ന സമയത്ത് പോകും. അതൊക്കെയാ എല്ലാവർക്കും ആഗ്രഹമില്ലേ, ഒന്ന് സ്ലിമ്മായിട്ടൊക്കെ ഇരിക്കണമെന്ന്. അതൊക്കെയാ. പിന്നെ ഫസീല വന്ന് പറഞ്ഞത് വണ്ണം കുറയ്ക്കെന്ന്, അതുകൊണ്ടാണ് നടുവായിരുന്നു. പക്ഷേ ഫസീല എൻ്റെ ടെയിലും പ്രോബ്ലമാണ്. 3-4 വീഴ്ച വീണതാ. സിസേറിയൻ കഴിഞ്ഞ് 40 ദിവസം പോലും ആവുന്നതിന് മുമ്പിട്ട് കൊച്ചിനെയും കൊണ്ട് കാറിൽ നിന്ന് മറിഞ്ഞടിച്ച് വീണതാ. അതെല്ലാം എനിക്ക് ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. എനിക്ക് അന്നേരം എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നേ ഉള്ളായിരുന്നു. കുഞ്ഞിനെയും പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വീണത്. പിന്നാണ് ഞങ്ങൾ CCTV ഇത് എടുത്ത് നോക്കിയത്. അപ്പോഴത്തെ ആ വീഴ്ച എൻ്റെ കാരണം ഒന്നും സപ്പോർട്ടില്ലാതെ ഒരു വ്യക്തി കാറിലെ ബെൽറ്റ്, ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചോണ്ട്, പ്രീസമ്മോനെ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങാനും കാറിലെ ബെൽറ്റ് എൻ്റെ കാലേ തട്ടി വീഴാൻ തുടങ്ങണം. ഞാൻ ഇങ്ങനെ വീഴുമായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ മണ്ടയിലേ വീഴത്തുള്ളൂ. അപ്പം ഏതമ്മമാരും ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുള്ള ഇതല്ലേ. അപ്പം ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇങ്ങനെ പുറകോട്ട് വീണോണ്ടേ അതല്ല തുമ്മൽ വന്നു. അതാ നടുവിനിടിച്ചാണ് വീണത്. അതും സ്റ്റിച്ച് പൊട്ടാഞ്ഞത് കാര്യമായിപ്പോയി. 40 പോലും ആയില്ല. അന്നേരം കൊച്ചിനെയും കൊണ്ട് പോയതാ പിന്നെ ചെക്കപ്പിന്. അതിൻ്റെ എല്ലാം ഇപ്പം ഞാൻ കിടന്ന് അനുഭവിക്കും. ഒരു 4-5 വീഴ്ച വീണിട്ടുള്ളയാ. അതെല്ലാം ഈ ഒരു ശരീരമല്ലേ താങ്ങുന്നത്. അതാ ഞാൻ പറഞ്ഞ നട്ടും ബോൾട്ടും എല്ലാം ഇളകി കിടക്കുവാന്ന്. ഓക്കെ, ഇനിയും ഞാനൊന്നും പറയുന്നില്ല. മനസ്സിലാക്കാവുന്നതിനും മനസ്സിലാക്കും.
ആരെയും കുറ്റം പറയാമല്ല ഞാൻ. ഓക്കെ, ഇതാണ് എൻ്റെ അവസ്ഥ. അന്നേരം ഇന്നലെ മാവ് അരച്ച് വെച്ചായിരുന്നു ഇഡലിക്ക്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് കലക്കി വെക്കട്ടെ. ഇതെനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചോറ് അരയ്ക്കാതെ ഇത്തിരി ബ്രൗൺ അവലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നത് വാങ്ങിച്ചത് നമുക്ക് ഈ അവലൊക്കെ നനച്ച് കഴിക്കാൻ വേണ്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് പിന്നെ അന്ന് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി, പിന്നെ ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ ഇന്നലെ അതിൻ്റെ 1 കപ്പ് അവലുണ്ടായിരുന്നു. അത്രയും എടുക്കണ്ട, ഞാനത് കഴുകി അതങ്ങ് ഇത്തിരി അങ്ങ് കുതിർന്ന്. അപ്പം ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലേ. എന്തു വന്നാലും ഞാനങ്ങ് അരച്ചു. എന്നിട്ട് രാത്രി കിടന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനായിരുന്നു. ഇന്നാൾ ഇച്ചിരി ചോറ് അധികം അരച്ചപ്പം രാവിലെ ഇതങ്ങ് ഇത്തിരി അങ്ങ് ലൂസായായിരുന്നു മാവ്. എനിക്ക് ഇഡലി ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇതതുകൊണ്ട് ഞാൻ എന്തു വന്നാലും 2 പാത്രത്തിലാക്കി വെച്ചു. ഒരു പാത്രത്തിലായിരുന്നെങ്കിൽ തൂവിപ്പോയനായിരുന്നു. അപ്പോൾ മാവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒത്തിരി ലൂസായിട്ട് തോന്നിയില്ല. ഉണ്ടാക്കുന്നിടം വരെ എനിക്കൊരു സമാധാനമില്ലായിരുന്നു. ഈ അവൽ അരച്ചത് കൊണ്ട് ആ ഇഡലി ഒരിത്തിരി മധുരം പോലായിരുന്നു തോന്നിയത്. സ്വല്പം ഒരു ഈറം മധുരം ഉണ്ടായിരുന്നു. അതാണ്ട് ഇഡലിയൊക്കെ നല്ല സോഫ്റ്റായി കുഴപ്പമില്ലാതൊക്കെ കിട്ടി. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടായിരുന്നു. ഇനിയും ചായയും കൂടെ കൊടുക്കട്ടെ. 6:10 ആകുമ്പോൾ ഞാൻ റേച്ചാനെ വിളിക്കും. ആറ് പത്തൊക്കെ ആകുമ്പം കൊച്ചിൻ്റെ ടിഫിനെല്ലാം റെഡിയാക്കി അവൻ്റെ ബോട്ടിലെല്ലാം കൊണ്ട് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ഉണ്ടാക്കുമ്പോഴാണ് അവരെ വിളിക്കുന്നത്. കാരണം 6:10 ആകുമ്പോഴത്തേക്കിനും വിളിക്കുമ്പം പിന്നെ പെട്ടെന്ന് ഒരുങ്ങി അവനെ 6:20 ആകുമ്പോഴത്തേക്കിനൊക്കെ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന 5 മിനിറ്റ് കൂടെ ലേറ്റായിട്ടായിരിക്കുമല്ലോ വരുന്നത്. 5 മിനിറ്റ് കൂടെ ഇറങ്ങി അത്ര ആവട്ടെന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചായയും കൊടുത്തിട്ട് പിന്നെ ഇഡലി ഒന്ന് എടുത്തു വെക്കട്ടെ. അപ്പം അന്നുണ്ടാക്കിയ സാമ്പാർ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഇന്നാണ് സാമ്പാർ ഒന്നുകൂടെ അങ്ങ് ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 2 ദിവസത്തിന് മുമ്പിട്ട് ഞാൻ ഇതുപോലെ മാവ് അരച്ചിട്ട് ചോറ് അരച്ചിങ്ങനെ വെച്ച്. എന്തോ ഞാൻ അന്ന് ഇച്ചിരി 9 മണി കഴിഞ്ഞിട്ടാണ് അരച്ചത്. മഴയും കൂടെ അല്ലേ, അതുകൊണ്ട് ഫെർമെൻറ്റേഷൻ ചൊവ്വിന് ആവാഞ്ഞാന്നോ പുളിക്കാഞ്ഞാന്നോ എന്നറിയത്തില്ല. ഇഡലി ഉണ്ടാക്കിയുണ്ടേ ഇതുപോലെ സോഫ്റ്റ് ഇഡലി ആയില്ല, ഇച്ചിരി തടിച്ച ഇഡലിയായിരുന്നു. അപ്പം മസാല ഇഡലി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ശരിയായില്ല. പ്രൈസം പറഞ്ഞ് എനിക്കിതുപോലെ ഇഷ്ടമെന്ന് പറഞ്ഞ് പിന്നെ അവന് മസാല ഇഡലി കൊടുത്തിട്ട് പോളിന് പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അവന് പീനട്ട് ബട്ടറും കൂട്ടി സാൻഡ്വിച്ചാണ് കൊടുത്തത്. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞാനും ഇഡലി എടുത്ത് കഴിച്ചു. അതിനുശേഷം പിന്നെ കാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയാണ് കാബേജ് അരിഞ്ഞെടുത്തത്. അപ്പോൾ കാബേജ് അരിഞ്ഞിട്ട് ഞാൻ അവിടെ അടുക്കളയിൽ വെച്ചിട്ട് വേറെ ഓരോന്നൊക്കെ ചെയ്യാൻ പോയപ്പം ഭയങ്കര സ്മെല്ല്. അപ്പം ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പീസ് ബ്രെഡ് അതിലോട്ടിട്ട് അപ്പോൾ ആ സ്മെല്ലെല്ലാം അങ്ങ് മാറി. അന്നേരം കാബേജ് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഇടാനായിട്ട് കാബേജ് തോരൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ച്. അപ്പം അതുകൊണ്ട് ഇന്ന് കാബേജ് ചെയ്യുന്നത്, ഞാനിപ്പം ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ടേ. നമ്മളെല്ലാവരും ഇതുപോലല്ലേ, പല രീതിയിലാണല്ലോ നമ്മുടെ പാചകം. ചിലപ്പം ഒരേ രീതിയിലായിരിക്കും. മീൻകറിയൊക്കെ വെക്കുന്നത് ഞാൻ ഒരേ രീതിയിലാണ്, അല്ലാതെ തോരനൊക്കെ ഒന്ന് മാറ്റിയൊക്കെ പിടിക്കും. മീൻകറിയും ചില സമയത്ത് മാറ്റുമെന്ന്, എന്നാലും കൂടുതലും മുളകരച്ച മീൻകറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ 2 വറ്റൽമുളകും കട്ട് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചേ. അപ്പോൾ ഞാൻ ഇന്നരിഞ്ഞ കാബേജ് നല്ല പൊങ്ങായിട്ടുള്ള കാബേജ്, അധികം വെയിറ്റ് ഉള്ളതല്ല. അപ്പോൾ നമുക്കറിയാം പൊങ്ങായിട്ടുള്ളതാണെങ്കിൽ അധികം വെള്ളം ഇത് കാണത്തില്ല. ഈ ഒത്തിരി വെയിറ്റ് ഉള്ളതിലാണ് വെള്ളമയം ഉള്ളത്. അപ്പോൾ ഞാനിതേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 മീഡിയം സൈസിലെ സവാള ഇട്ടിട്ടുണ്ടേ. നേരത്തെ മായ വന്ന് ഫേസ്ബുക്ക് കാണുമായിരുന്നു, കമൻ്റൊക്കെ ഇടുമായിരുന്നു. ഇപ്പം മായയെ കാണാനില്ല. ഇപ്പോൾ രാവിലെ പ്രൈസമോനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു 8:30 ആയപ്പം റേച്ചാനും പോൾമോനൂടെ പോയി. റേച്ചാന് ചിലപ്പം രാവിലെ പോകണ്ട എങ്കിലും പിന്നെ ഇവനെ കൊണ്ടുകൊണ്ടിട്ട് അടുത്തല്ലേ, അല്ലെങ്കിൽ ഇവന് ഒത്തിരി സമയം എടുക്കും. രാവിലെ അവൻ 9 മണിക്ക് ക്ലാസ് ആണെങ്കിലും അവനൊരു 7 മണിക്കേലും പോകേണ്ടി വരും. അതുകൊണ്ട് റേച്ചാനങ്ങ് ഇവനെ കൊണ്ടുപോകുന്നതാണ്. മഴയാണെങ്കിൽ പിന്നെ അവനോട് പറയും, അവനെ സ്റ്റേഷൻ്റെ അവിടെ വരെ കൊണ്ടുവിട്ടിട്ട് പറയും ട്രെയിനിലെങ്ങാനും പോകാൻ. കാരണം പാൻ്റൊക്കെ അങ്ങ് നനയും. റേച്ചാൻ എന്ന് പറയുന്നത് മഴയാണെങ്കിലും റേച്ചാൻ ആ ഡ്രസ്സല്ലാതെ 3/4 ഇട്ടോണ്ട് പോയിട്ട് അവിടെ ഓഫീസിൽ ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും.
ഇവൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വലിയ മഴയാണെങ്കിൽ റെയിൻകോട്ട് ഉണ്ട് എങ്കിലും അവൻ്റെ കാലൊക്കെ നനയും. അതുകൊണ്ട് പിന്നെ ഒത്തിരി മഴയാണെങ്കിൽ അവന് അല്ലാതെ പോകാൻ പറയും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങ് പോകും. പ്രൈസും കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ഇനി എന്നാ നാട്ടിൽ പോകുന്നേ? ഞാൻ പറയടാ, പോളച്ചാച്ചൻ ആ സമയത്ത് അവന് എക്സാം ആടാ, എന്തോ ചെയ്യും? അടുത്ത വർഷം പോളച്ചാച്ചൻ വന്നില്ലെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് പറ. ഇവർ രണ്ടും കൂടെ അങ്ങ് പോയാൽ പിന്നെ രാത്രി പകൽ മൊത്തം അപ്പച്ചൻ തന്നെയാണേ. അതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഇവനാണെങ്കിൽ കൊച്ചനങ്ങ് നാട്ടിൽ പൊയ്ക്കോളാൻ വയ്യ വെക്കേഷൻ സമയത്തെ. അപ്പം കാബേജൊക്കെ റെഡിയായി. അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ റേച്ചാൻ ഇത്തിരി ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ പോയണേ അവിടെ മീനാൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മീൻ വാങ്ങിച്ചിട്ട് ആ മീനായത്. അപ്പം ഞാനതൊന്ന് വെട്ടിയെടുക്കട്ടെ. 2 പാർട്ടായിട്ട് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. ഒരു കൂട്ടം ഇന്നാളെ എടുത്ത്. അതാണ് ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ വറക്കാനായിട്ടാണ് എടുത്തത്, കറി വെക്കുന്നില്ല. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്രയുമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇത് മസാല പുരട്ടി ഇപ്പം വെക്കും. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എടുക്കുന്നില്ല, വൈകിട്ടത്തേക്കിന് മതി എല്ലാവർക്കും. അപ്പോൾ മസാല പുരട്ടി അപ്പോഴത്തേക്കിന് അതിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കും. കുറച്ച് നേരം ഞാനിത് വെളിയിൽ വെച്ചിട്ട് പിന്നെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. പ്രൈസിന് ഇത് കഴിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഇതിൽ ഇച്ചിരി മാംസം ഉണ്ടല്ലോ. മത്തി കഴിക്കാൻ അവന് ഇത്തിരി ബുദ്ധിമുട്ടാകും. അവനിങ്ങനെ കീച്ച് പറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കും മുള്ള്. അന്നേരം മഴ ഇങ്ങനെ ചാറി നിൽക്കുക. പിന്നെ വൈകുന്നേരം ആയണേ ഡാഡിക്ക് ചായ കൊടുത്ത്. അപ്പം എനിക്കൊരു മനസ്സിലൊരാഗ്രഹം, ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന്. അപ്പം ഞാനൊരു കട്ടൻ കാപ്പി ഇട്ടു. അപ്പം പ്രൈസ മോന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും വേണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ട്, കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. എനിക്ക് ചായയേക്കാൾ ഇഷ്ടം കട്ടൻ കാപ്പിയാണ്. പിന്നെ ഇവിടെ അങ്ങനെ സ്ഥിരം അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കട്ടൻ കാപ്പി ഇടുമ്പോൾ ഇവർക്ക് ഇച്ചിരി മധുരം കൂട്ടി കൊടുക്കും, ഞാൻ ഇച്ചിരി ഇടത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ കാപ്പിപ്പൊടിക്കകത്ത് ഇടാറില്ല. ഞാൻ സെപ്പറേറ്റ് അത് ഒന്ന് അരിച്ചിട്ടേ പഞ്ചസാര ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ കാപ്പിപ്പൊടിക്കകത്ത് നമ്മൾ പഞ്ചസാര ഇടുകയാണെങ്കിൽ കാപ്പിപ്പൊടിക്കകത്തൂടെ അതങ്ങ് പിടിക്കും. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാനതൊന്ന് ഊറ്റിയിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ പഞ്ചസാര ഇടത്തുള്ളൂ. കാപ്പിപ്പൊടിക്കകത്താന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടിക്കകത്തെന്ന് പറഞ്ഞത് ഈ കാപ്പിപ്പൊടി ഇട്ട് തിളച്ച് വരുന്ന കാപ്പിയില്ലേ, അതിൻ്റെ അകത്ത് അത് അരിച്ചിട്ടാണ് ഞാൻ പിന്നെ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.